പുതിയ ശീലങ്ങൾ തുടങ്ങാനേ പുതിയൊരു വർഷത്തിന് വേണ്ടി കാത്തിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ന്യൂ ഇയറിൻ്റെതായിട്ട് പ്രത്യേകിച്ചൊരു ശീലമോ അല്ലെങ്കിൽ പുതുതായിട്ടൊരു മാറ്റമൊന്നും കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നുള്ള പോലെ തന്നെ എണീറ്റ് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഞങ്ങളിതാ ഇവിടെ നിന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നാണ് ലിയമോളെ കുട്ടിനെ കാണൽ ചടങ്ങുള്ളത്. ഞാൻ ഇന്നലെ ഡ്രസ്സ് എടുത്ത കാര്യമൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരുന്നു. അവിടെ എത്തിയപ്പോഴേക്ക് എല്ലാവരും ചായ കൊടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും പത്തിരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൂസ് ഇതാ അവിടെ നസ്രീൻ്റെ അടുത്ത് കുട്ടീൻ്റെ കയ്യിൽ മിഠായി കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ ചുറ്റിപ്പാറ്റി നിൽക്കുകയാണ്. അപ്പൂസിനൊക്കെ പിന്നെ ഞാൻ ഫുള്ള് ഫുഡ് കൊടുത്തിട്ടാണ് കൊണ്ടുപോയിരുന്നത്. പിന്നെ അവന് കഴിക്കാനുള്ള കഞ്ഞിയും വീട്ടിൽ റെഡിയാക്കിയിട്ടാണ് പോയത് കേട്ടോ. എല്ലാവരും പിരിഞ്ഞു തുടങ്ങിയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാമെന്ന് വെച്ചു. നമുക്കിന്നേ ഇക്കാക്കൊരു ഒഴിവ് കിട്ടിയോണ്ട് തന്നെ ഒരു കുട്ടീനെ കാണാനും കൂടെ പോകണം. കുട്ടീനെ 1-2 പ്രാവശ്യം പോയി കണ്ടതാണെങ്കിലും ഇന്ന് കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പൂസിനെ വണ്ടിയിൽ ഉറക്കി കിടത്തിയിട്ട് ഞങ്ങളിവിടെ ദാ ഷോപ്പിലെത്തിയിട്ടുണ്ട്. കുട്ടിക്ക് 2 സെറ്റ് ഡ്രസ്സും പിന്നെ ഒരു ഹെയർ ബാൻഡ്, അതിൻ്റെ പേരെന്താ എനിക്കറിയില്ല, അതൊക്കെയാണ് വാങ്ങിയത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എപ്പോഴും കുറച്ച് ഓവർ സൈസാണ് എടുക്കൽ. കാരണം കുഞ്ഞു കുട്ടികളാവുമ്പോൾ അവരെയും കൊണ്ട് പുറത്ത് പോവില്ലല്ലോ. പിന്നെ ആ ഡ്രസ്സ് വീട്ടിൽ നിന്ന് ഇട്ട് കൊടുക്കാനും അവർക്ക് കംഫർട്ട് ആവില്ല. അപ്പോൾ കുറച്ചൊക്കെ വലിയ സൈസിലുള്ള ഡ്രസ്സൊക്കെ എടുത്ത് കുട്ടീനെയൊക്കെ കണ്ട് ജിലേബിയൊക്കെ തിന്ന് ഞങ്ങൾ മടങ്ങിയിട്ടുണ്ട്. വീട്ടിലെത്തി അപ്പൂസിനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഞങ്ങളൊക്കെ ഒന്ന് ഉറങ്ങി എണീറ്റ് പുറത്ത് വന്നപ്പോൾ ഇതാ നമ്മൾ കവറ് കെട്ടി വെച്ചിരുന്ന പേരൊക്കെ പഴുത്തിട്ട് നമുക്ക് ഒരു സമയത്ത് ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്യാത്ത സമയത്ത് പോക്കറ്റ് മണി ആയിട്ട് കിട്ടുന്ന ക്യാഷിനൊക്കെ ഞാൻ ബുക്സും അതേപോലെ ഇങ്ങനെ തൈകളും വാങ്ങി വെക്കുമായിരുന്നു കേട്ടോ. ഇപ്പം നോക്ക്, അതിൽ നിന്ന് പറിച്ചിട്ട് നമ്മൾ അത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, പിന്നെ നമ്മൾ കഴിക്കുന്നേക്കാളും അപ്പൂസിന് അത് കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. കുറച്ച് ബുക്സും അതുപോലെ തന്നെ ഈ തൈകളൊക്കെ എൻ്റെ സ്വന്തം എന്ന് പറയാനുള്ളത്. ഇവിടെ കുറച്ചുകൂടെ തൈകൾ വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു. ഇന്ന് ഞങ്ങൾ ഓരോരുത്തരായിട്ട് അതൊക്കെ നട്ടുപിടിപ്പിച്ചു കേട്ടോ. ഞാവല്, അത്തി, സ്വീറ്റമ്പഴം, അതുപോലെ തന്നെ മിൽക്ക് ഫ്രൂട്ട്, യെല്ലോ റംബുട്ടാൻ, സ്ട്രോബെറി പേര, അതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞ് മഗ്‌രിബ് കഴിഞ്ഞിട്ടാണ് അകത്ത് കയറി. നല്ല വിശപ്പുണ്ടായിരുന്നു. ചോറ് ചൂടാക്കി കഴിച്ച് അപ്പൂസിന് ഉറക്കും ചെയ്തിട്ടോ. ഇന്നലത്തെ ചോറായിരുന്നു കേട്ടോ, അത് ചൂടാക്കിയേക്കായിരുന്നു. ഇക്കാക്ക് കഞ്ഞി വേണം പറഞ്ഞ് കഞ്ഞിയൊക്കെ കുടിച്ച് അതൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് വന്നപ്പോൾ ആകെ എല്ലായിടത്തും ഡ്രസ്സുകൾ ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ട്. ഇന്നലെ വീട്ടിൽ നിന്ന് വന്നതാണല്ലോ, ഓർഡർ ആയിട്ടില്ല. രാവിലെ ആണെങ്കിൽ നമ്മൾ പരിപാടിക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഓർഡറാക്കി കിച്ചണിൽ വന്നപ്പോൾ ആ കഞ്ഞി വെച്ച പാത്രവും അതുപോലെ തന്നെ കറുത്ത ഉപ്പേരി വെച്ച പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകി ക്ലീനാക്കി ഇനി പോയി കിടക്കട്ടെ എന്നല്ല, ഇനി മുറ്റത്ത് പോയി കിളക്കട്ടെ എന്നാണ് ഇന്ന് പറയാനുള്ള കുറച്ച് പണികളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.